പ്രത്യേക ഘട്ടത്തിലാണിപ്പോൾ. മാപ്പിളപ്പാട്ട് രംഗത്ത് വലിയ രീതിയിൽ സംഭാവന നൽകിയ ഒരു കലാകാരൻ ബഹുമാന്യ റാസിഖ് കുഞ്ഞിപ്പള്ളി, അദ്ദേഹത്തെ ഈ യുഎഇയിലെ മുഴുവൻ കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ റാസിഖ് കുഞ്ഞിപ്പള്ളി സാഹിബിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. റാസിഖ് കുഞ്ഞിപ്പള്ളിക്കുള്ള ഉപഹാരം നൽകുകയാണ്. അതുപോലെ ഇത്രയും വലിയൊരു ഷോ നടക്കുമ്പോൾ വേദികളെ ഹരം കൊള്ളിക്കുന്ന ഒരു വലിയ കലാകാരൻ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് രംഗത്തെ അതികായനായ ഗായകൻ, അദ്ദേഹം രൂപം കൊണ്ടും കഴിവ് കൊണ്ടും അതികായൻ തന്നെയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആസിഫ് കാപ്പാട്. ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുഖ്യാതിഥി KP മുഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുകയാണ്. ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി റാസിഖ് കുഞ്ഞിപ്പള്ളി ക്ഷണിച്ചു കൊടുക്കും. നല്ലൊരു കൈയ്യടി കൊടുക്കും. ഈ ഒരു കലാകാരൻ ഇനിയും വരികൾ എഴുതട്ടെ, മാപ്പിളപ്പാട്ടിന് നല്ല നല്ല ഈണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഉപഹാരത്തിന് ശേഷം പ്രശസ്തി പത്രം നൽകുന്നതിന് വേണ്ടി ബെല്ലോ ഗ്രൂപ്പിന്റെ ബഷീർ കെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള പ്രശസ്തി പത്രമാണ് ബ്രൗൺ സ്റ്റാർ പെരുന്നാൾ നിലാവ് പുരസ്കാരം. ബ്രൗൺ സ്റ്റാർ ഷംസുദ്ദീൻ ആണ് അദ്ദേഹത്തിനുള്ള പൊന്നാട അണിയിക്കുന്നത്. പൊന്നാട അണിയിച്ചുകൊണ്ട് യുഎഇയുടെ മുഴുവൻ പുരുഷാരത്തിൻ്റെയും ആദരം ഞങ്ങളിവിടെ സമർപ്പിക്കുകയാണ്. അതിഥിയാണെങ്കിലും ആസിഫിന്റെ ഗാനം കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? വളരെ സന്തോഷമുണ്ട് നമ്മൾ പെരുന്നാൾ നിലാവോടൊപ്പം ആസിഫ് ജോയിൻ ചെയ്തതിൽ. ആസിഫിൻ്റെയും കൂടി സാന്നിധ്യം വരുമ്പോൾ പെരുന്നാൾ നിലാവിൻ്റെ ഒളി കൂടുകയാണ്. ആസിഫ് റാസിഖ് എഴുതിയിട്ടുള്ള ഗാനങ്ങൾ തന്നെ പാടുമ്പോൾ ആ ഒളിയുടെ പ്രകാശം ഒന്നുകൂടെ വർദ്ധിക്കാൻ പോവുകയാണ്. കേൾക്കാല്ലേ? എന്താണ് അഭിപ്രായം? റാസിഖിൻ്റെ ഗാനങ്ങൾ തന്നെ ആവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു ഈദ് മുബാറക്ക് ആശംസിക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച കറാമയിലുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ബ്രൗൺ സ്റ്റാർ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസുക്കയുടെ പ്രോഗ്രാമാണ്. അതിനുവേണ്ടി വന്നതാണ്. എന്തായാലും ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. നല്ല ഷംസുക്ക, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മുജീബ്, അഷ്റഫ് ക, എൻ്റെ പ്രിയപ്പെട്ട സിറ്റി ബർഗർ ബഷീർ ക, പിന്നെ സുബൈർ വെള്ളിയോട്, അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവർ. അതിനെല്ലാം ഉപരി ഞങ്ങൾക്ക് ഓരോ കലാകാരന്മാർക്കും വേണ്ട പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനയും തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഇനിയും അങ്ങോട്ടുള്ള എല്ലാ ലൈഫിൽ പ്രതീക്ഷിക്കുന്നു. റാസിഖിനെ കൂടുതൽ പാട്ട് പാടിയത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. പിന്നെ ഷെരീഫ് കയും ഞാൻ തന്നെയാണ് റാസിഖിൻ്റെ പാട്ട് കൂടുതൽ പാടിയത്. റാസിഖിൻ്റെ പാട്ടുകൾ നിങ്ങൾക്ക് കേട്ടാലാണ് കൂടുതൽ മനസ്സിലാവുക. അതിനുവേണ്ടി കുറച്ച് പാട്ടുകൾ, റാസിഖിൻ്റെ പാട്ടുകൾ പാടാം. शफी अल्लाह या सफी अल्लाह ഹബീബിന്റെ നാട് കാണാൻ മദീന റൗദ കാണാൻ അറഫ സംഗമം കാണാൻ എന്നെയും എത്തിക്കേണേ നാഥ ഇലാഹിൻ അനുഗ്രഹമാകും
ഇസ്ലാമിൻ പോരിശയേറും മുത്തുറബിയുടെ മണ്ണിൽ എന്നെയും എത്തിക്കേണേ നാഥ. ഹബീബിന്റെ നാട് കാണാൻ, ഹബീബിന്റെ നാട് കാണാൻ, മദീന റൗള കാണാൻ, അറഫ സംഗമം കാണാൻ എന്നെയും എത്തിക്കേണേ നാഥ. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നോൻ നീയാണല്ലാ. കാണാൻ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. ജനിച്ചത് നോവാൽ വളർന്നതും തേങ്ങലായി, കാലമത്രയും കണ്ണീരു മാത്രമായി. ഇലാഹെ സദാ നിന്റെ നന്മ തുകല്ല, ഇലാഹെ സദാ നിന്റെ നന്മ തുകല്ല. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നോൻ നീയാണല്ലാ. നോവും നല്ല ഉള്ളം നേരുന്നു, തേങ്ങും നല്ല എൻ്റെ കൽവും കരയുന്നു. തേങ്ങും നല്ല ഉള്ളം നേരുന്നു, നീറും നല്ല എൻ്റെ മനവും കരയുന്നു. പ്രവാചക പ്രഭുവേ യാ റസൂലല്ലാഹ്, പ്രബോധനം മണ്ണിൽ ഖൈറാക്കി നൂറുല്ലാഹ്. പ്രശാന്തമായി പാരിൽ ഒളിവേകി നബിയുല്ലാഹ്. പ്രപഞ്ചത്തിനാകെ ഹുബായ സ്വല്ലല്ലാഹ്. യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബ് യാ താങ്ക് യു. പിന്നെ ഈ പാട്ടുകൾ റാസിഖിൻ്റെ വരികളാണെങ്കിൽ ഈ പാട്ടിന് ഇത്രത്തോളം പഞ്ച് കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ട ഷമീർക്ക, കൊച്ചിൻ ഷമീർക്കയുടെ സംഗീതത്തിൻ്റെ പവർ കൂടിയാണ്. ഷമീർക്ക ഈ വേദിയിൽ എവിടെയുണ്ട്? ഷമീർക്ക പ്ലീസ്, ഷമീർക്ക എല്ലാവരും നല്ലൊരു കയ്യടി ഷമീർക്ക കൊടുക്കണം. ഞാൻ പാടിയിട്ടുള്ള മിക്ക പാട്ടുകളും സംഗീതം ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഷമീർക്കയാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. അത്രത്തോളം പാട്ടുകൾ മാപ്പിളപ്പാട്ടിന് സമ്മാനിച്ച നല്ല മ്യൂസീഷ്യനാണ്, നല്ല രചയിതാവാണ്. ഒരുപാട് നല്ല പാട്ടുകൾ മാപ്പിളപ്പാട്ടിൻ്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള വല്ലാത്തൊരു പ്രതിഭയാണ്. ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, മാപ്പിളപ്പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അടിപൊളി ഗാനങ്ങളും ഉത്സവങ്ങളുമാണ്. പക്ഷേ മാപ്പിളപ്പാട്ട് കേട്ടിട്ട് കണ്ണ് നിറയുന്നും ആവേശം കൊണ്ട് രോമാഞ്ചം വരും എന്നുള്ളത് ഇപ്പം ആസിഫി 4 വരി പാടിയപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടോ? എന്തായാലും അത് നിങ്ങൾക്ക് തെളിയിക്കാം പെട്രോൾ അടിച്ചിട്ട്. അത് ഷമീർക്കയുടെ മ്യൂസിക്കും അതുപോലെ തന്നെ റാസിഖിൻ്റെ വരികളും ചേർന്നപ്പം നല്ലൊരു മൂഡ് തന്നെയായിരുന്നു. ഷമീർക്ക പാടണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം?
ഷമീർക്കാടെ ഗാനങ്ങൾ, ഒരുപാട് ഗാനങ്ങൾ പാടിയ ആളാണ് കണ്ണൂർ ഷെരീഫ് ഖാൻ. കണ്ണൂർ ഷെരീഫ് ഖാൻ്റെ നമ്മൾ കേട്ട സൂപ്പർ ഹിറ്റ് ഗാനങ്ങളെല്ലാം മിക്കതും ഷമീർക്കാടെ ഈണത്തിൽ വന്നത് തന്നെയാണെന്ന് പലർക്കും അറിയാതെ പോയിട്ടുണ്ടാകും. കാരണം പാട്ട് പാടുന്ന ആളെ നമ്മൾ ഓർക്കാറുള്ളത്, ആരും മ്യൂസിക് കൊടുന്ന് അറിയാറില്ല. ഇദ്ദേഹത്തിൻ്റെ താളമാണ് കണ്ണൂർ ഷെരീഫ് ഖാൻ പാടി ഹിറ്റാക്കി ഒരുപാട് ഗാനങ്ങൾ. ഷെരീഫ് ഖാൻ മാത്രമല്ല, മാപ്പിളപ്പാട്ട് രംഗത്തെ എല്ലാ പ്രമുഖരുടെയും ഗാനങ്ങൾക്ക് ഈണം നൽകിയൊരു വ്യക്തിയാണ് ഷമീർ ഖാൻ. കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ നിലാവിൽ നമ്മൾ ആദരിച്ചത് ഷമീർ ഖെ ആയിരുന്നു. കൊച്ചിൻ ഷമീർ ഖെ ആണ് നമ്മൾ ആദ്യം ആദരിച്ചത്. ഈ വർഷം അത് റാസി കുഞ്ഞിപ്പള്ളിക്ക്. ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഇങ്ങനെ യാത്ര തുടരട്ടെ. അടുത്ത പെരുന്നാൾ നിലാവിൽ നമുക്ക് ഇതുപോലെ തന്നെ സംഗമിക്കണം. അതിനു മുമ്പ് ഷമീർ ഖയുടെ ഗാനം നമുക്ക് കേൾക്കാം. വേണ്ടേ? ആദ്യമായി ഈ സദസ്സിലിരിക്കുന്ന എല്ലാ കലാസ്നേഹികൾക്കും ഈദ് മുബാറക്. കഴിഞ്ഞ വർഷം സമദ് ഗഡമേരിയുടെ സാന്നിധ്യത്തിൽ നെല്ലറയുടെ ഷംസൂക്കയുടെ കയ്യിൽ നിന്നും ഇശൽമാല വാട്സപ്പ് ഗ്രൂപ്പ് അവാർഡ് എനിക്ക് സ്വീകരിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് ഷംസൂക്കയുടെ കൈപ്പുണ്യം ഞാൻ അറിഞ്ഞു. സമദ് ഗഡമേരിയുടെ നിമിത്തമാണ് ഞാൻ ദുബായിൽ കഴിഞ്ഞ പ്രാവശ്യം എത്തിയത്. അതിൽ സമദിനെ എൻ്റെ നെഞ്ചോട് എന്നും ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷംസൂക്കയുടെയും തിക്കോടി ബഷീർക്കയുടെയും കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് അങ്ങേയറ്റം വരെ സഞ്ചരിക്കുവാനുള്ള ഒരവസരമാണ്. അതിൽ ഞാൻ ഷംസൂക്കയോടും തിക്കോടി ബഷീർക്കയോടും ഒരുപാട് നന്ദി പ്രകടിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ സംഗീതം ചെയ്ത് ആലപിച്ച പിരിശം തുള്ളും പൂവേ എന്നുള്ള 2 വരി നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. പിരിശം തുളുമ്പും പൂവേ നീവനെന്നും സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ. കനവിൻ കടലാസിൻ്റെ പൂക്കളിത്തോണി കുഴയാൻ ചെറുപ്രായം മടങ്ങില്ലല്ലോ. പിരിശം തുളുമ്പും പൂവേ നീവനെന്നും സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ. കനവിൻ കടലാസിൻ്റെ പൂക്കളിത്തോണി തുഴയാൻ ചെറുപ്രായം മടങ്ങില്ലല്ലോ. അനുരാഗപ്പൂവല്ലേ അതിലിവനൊരു വണ്ടല്ലേ. അകതാരിൻ കുളിരല്ലേ അഴകിൻ കതിരൊളിവല്ലേ. പിരിശം തുളുമ്പും പൂവേ നീവനെന്നും സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ. കനവിൻ കടലാസിൻ്റെ പൂക്കളിത്തോണി തുഴയാൻ ചെറുപ്രായം മടങ്ങില്ലല്ലോ. എൻ്റെ സംഗീതത്തിനനുസരിച്ചിട്ടുള്ള വരികൾ എഴുതിയ റാസിക്കിന് ഇത്രയും വലിയൊരു അംഗീകാരം ഇവിടെ നിന്ന് ലഭിച്ചതിൽ ഏറെക്കുറെ ഞാൻ സന്തോഷിക്കുന്നു. അതിൽ ഞാൻ തൃപ്തനാണ്, സന്തുഷ്ടനാണ്. ഇനിയും ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഷമീർ ഖാ. ആസിഫ് അതിഥിയായി വന്ന് ജനങ്ങളുടെ മനം കവർന്ന ആസിഫിന് നമ്മുടെ ആദരം നൽകുകയാണ്. ആസിഫിന് പൊന്നാട അണിക്കുന്നതിന് വേണ്ടി ബ്രൗൺ സ്റ്റാർ ഷംസുദ്ദീൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ആ പൊന്നാട ഷംസുഖ അണിയുന്നതായിരിക്കും. ആദരം സ്വീകരിക്കാൻ വേണ്ടി ആസിഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 2 സുഹൃത്തുക്കൾ ഒന്നിച്ചുകൊണ്ടുള്ള സ്നേഹാദരങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. KP ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ KP മുഹമ്മദ്ക്കും കൂടി ആദരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ആസിഫിന് ഒരു പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി KP ഗ്രൂപ്പിന്റെ വക ഒരു ആദരം കൂടി അദ്ദേഹം നൽകുകയാണ്. താങ്ക് യു. ഈ ഒരു ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.